ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് എൻ്റെ പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അവർക്കൊരു വിഷോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഉമ്മ ആൻഡ് ഉപ്പ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആരംഭിക്കാം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 70 റിവ്യൂ. ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് മോർണിംഗ് സോങ് ഇട്ടു. മോർണിംഗ് സോങ്ങിൽ എല്ലാവരും ഡാൻസ് കളിച്ചു. പിന്നെ കാണിക്കുന്നത് അക്ബറും ശരത്തും കൂടെ അവിടെ ഒരു സോഫയിലിരുന്ന് സംസാരിക്കുന്നതാണ്. ശരത്ത് പറയുന്നത് അവനൊരു ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ഭയങ്കര ഫേക്കാണ്, അവൻ ഹീറോയിസം കളിക്കുകയാണ്, അവനെ പൊളിക്കണം, അവൻ ഔട്ടായതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അക്ബറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരത്ത്. അതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കിച്ചണിലാണ്. കിച്ചണിൽ കാണിക്കുന്നത് അനുമോളും അതിലേയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓറഞ്ച് വന്നത് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ബാക്കിയുള്ളത് അവിടെ വെച്ചതാണ് 14 എണ്ണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാണാനില്ല, 7 എണ്ണം മാത്രമേ ഉള്ളൂ. അത് ആരെടുത്ത് എന്നുള്ള സംസാരമാണ്. അപ്പോൾ അതിൽ ശരത്ത് വന്ന് ആഡ് ആവണമെന്നുണ്ട്. എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട്. ശരത്ത് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കൂടെ ഞങ്ങൾ ഷെയർ ചെയ്ത് തന്നതാണ്, ബാക്കി ഇന്നത്തേക്ക് വെച്ചതാണ്, ജ്യൂസോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ അതിപ്പോൾ കാണാനില്ല, ആരാ എടുത്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റെന വന്ന് ഷാനവാസിനെ പറഞ്ഞു. ഷാനവാസ് അപ്പോൾ പറഞ്ഞു, ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്തിട്ടാണ് കഴിച്ചത്, അത് മോഷ്ടിച്ചതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ് ഞങ്ങൾ കൗണ്ട് ചെയ്ത് കറക്റ്റ് തന്നതാണല്ലോ, അതാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഷാനവാസും റെനയും തമ്മിലായി പ്രശ്നം. റെനയോട് ചോദിച്ചു, ഇവിടെ ബാക്കി പണിപ്പുര ടാസ്കിൽ ഗെയിം കളിച്ച് ജയിച്ച അച്ചാറ്, ബട്ടർ, ഹണിയൊക്കെ എവിടെ, അതൊക്കെ എവിടെ പോയി, അതിനെല്ലാത്തിനും പറ, അല്ലാണ്ട് ഓറഞ്ച് മാത്രം പോയതിന് എന്തിനാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ റെന പറഞ്ഞു ബട്ടർ അവൾ ചപ്പാത്തിയിൽ. അപ്പോൾ ഷാനവാസ് തന്നെ പറഞ്ഞു, റെന ബട്ടറൊക്കെ എടുത്തിട്ട് ഒളിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ റെന പറഞ്ഞു, അത് ഞാൻ ചപ്പാത്തി തിന്നാനും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ റെനയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഷാനവാസ് ഇതിലേ നടക്കുമ്പോൾ നമ്മുടെ അക്ബർ ഷാനവാസിനെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് റെനാനെ വെറുതെ പറയണ്ട, നീ വലിയ ആൾ കളിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്ബർ ഷാനവാസിനെ, മര്യാദ കാണിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷാനവാസ് അക്ബറിനോട് പറഞ്ഞു, നിൻ്റെ മര്യാദ ഞാൻ കണ്ടതാണ്, ആ മര്യാദ കൊണ്ടല്ലേ നീ ഒരാളുടെ പിറകെ ഇങ്ങനെ മാപ്പ് പറഞ്ഞ് നടക്കണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു, അതെ, എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ മാപ്പ് പറയും, അതാണ് എൻ്റെ ക്വാളിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് രണ്ടുപേരും അടിയാണ പോലെ എന്ന് പറഞ്ഞാൽ ഉന്തും തള്ളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായിരുന്നു ആ സീന്. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ അപ്പാനീശ്വരത്തും രേണുസുധിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാനീശ്വരത്ത് പറയുന്നത്, ചേച്ചി ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, എനിക്ക് രേഷ്മയോടൊന്ന് സംസാരിക്കണം എന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കരുതി രേഷ്മ, അപ്പം നമ്മുടെ രേണുസുധിൻ്റെ പേര് രേഷ്മ എന്നാണല്ലോ, അപ്പോൾ രേഷ്മയോട് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെയാണ് മനസ്സിലായത് വൈഫിൻ്റെ പേരും രേഷ്മ എന്നാണ്. രേഷ്മ വൈഫിനോട് സംസാരിക്കണം, കുട്ടികളോട് സംസാരിക്കണം, വല്ല അവസരവും കിട്ടുമോ എന്നുള്ള രീതിയിൽ രേണുസുധിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിൻസി പോയതിൽ അന്ന് എനിക്ക് വിഷമമുണ്ട്, ബിൻസിനോട് കുറച്ച് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്, പിന്നെ പോണ സമയത്ത് 2 ദിവസം കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ എന്നുള്ള ഇതിലാണ് വിഷമം കാണിച്ചത്, അത് വേറെ രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് മറ്റേ ബിഗ് ബോസ് വിളിച്ചിട്ട് എല്ലാവരോടും പറയണേ, ഈ ആഴ്ച ഒരു ദിവസം മാത്രമേ പണിപ്പുര തുറക്കുള്ളൂ, അതുവരെ, അതായത് ആ വ്യാഴാഴ്ചയാണ് തുറക്കുള്ളൂ, വ്യാഴാഴ്ച വരെ അതൊരു ടൈമർ ലോക്ക് ഇട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഗെയിമുകൾ തരും, അതിൽ കിട്ടണ പോയിന്റുകൾ 3000 പോയിന്റിൻ്റെ ആയിരിക്കും ഗെയിം ടോട്ടൽ. അതിൽ എത്ര പോയിൻ്റാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിനനുസരിച്ചാണ് വ്യാഴാഴ്ച പണിപ്പുര തുറക്കുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതായത് 5 ടാസ്കുകൾ ഉണ്ടാവും, അതിൽ മുഴുവൻ ജയിച്ചാൽ 3000 പോയിന്റ് കിട്ടും. അപ്പോൾ 3000 പോയിന്റ് കിട്ടുകയാണെങ്കിൽ 10 പേർക്ക് അതിനകത്ത് കയറാം, 20 സെക്കൻഡ് കിട്ടും. അല്ല പകുതി 2000 പോയിൻ്റാണ് കാണുന്നതെങ്കിൽ അതിൽ 5 പേർക്ക് കയറാം, 10 സെക്കൻഡേ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു ബോർഡുണ്ട്, അതിലത്തെ ഫുള്ള് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഫുള്ള് ജയിച്ചാൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസ്, ആദില, നൂറ അവരിരുന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഓട്ടോയിൽ കയറി പോകുമ്പോഴും ഇവിടുന്ന് ഔട്ടായി പോകുമ്പോഴും കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതല്ലേ. എനിക്ക് ഇതിട്ട് ഗെയിം കളിക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല, പക്ഷേ എനിക്ക് കിട്ടുന്നൊരു സാധനം വെച്ച് എന്നെ ഇത്രയൊക്കെ ചെയ്തതല്ലേ, അത് വെച്ച് ഞാൻ കളിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്
ആദില നൂറിനോട് പറയുന്നത് ഷാനവാസ്. അത് അതിനുശേഷം പിന്നെ അപ്പുറത്തെ സൈഡിലിരുന്ന് ആര്യൻ, ജിസേല്, റെനയൊക്കെ സംസാരിക്കുന്ന എന്താ ജിസേല് പറയുന്നുണ്ട് ആദില നൂറൊക്കെ ഒരു ഗെയിമില്ല, അവരോടും അപ്പുറത്തും ഇപ്പുറത്തും പോയി സംസാരിക്കാന്നല്ലാണ്ട് സ്വന്തമായിട്ടൊരു ഗെയിമില്ലാത്തവരാണ് അവർ രണ്ടുപേരും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ആദില നൂറ ഷാനവാസിന് സംസാരിച്ചതിന് ശേഷം ശരത്തിനോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ശരത്തിനോട് പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സംസാരിച്ച് സോർട്ട് ഔട്ട് ആക്കിക്കൂടെ, എത്രയാണ് ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകണേ എന്നുള്ള രീതിയിലൊക്കെ ശരത്തിനോട് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് എനിക്ക് താല്പര്യമുണ്ട് സോർട്ട് ഔട്ട് ആക്കാൻ, പക്ഷെ പുള്ളി നിന്ന് തരുന്നില്ല, ഞാൻ എന്താ ചെയ്യുക, എത്രയെന്ന് വെച്ചാണ് പിന്നാലെ നടക്കുക എന്നുള്ള രീതിയിലൊക്കെ ആദിലിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറഞ്ഞു ശരി ഞാൻ പോയി ആദ്യം ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ചേട്ടൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനോട് പോയി സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ, എനിക്ക് അവനോട് സംസാരിക്കേണ്ട എന്നൊക്കെ ഷാനവാസ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്തിന് ഗെയിമിന് നിന്നത്, എന്തിനും എന്നെ ടാർഗറ്റ് ചെയ്യാൻ നിന്നത്, ഇത്ര പേടിയുള്ളവരൊന്നും എന്നെ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കരുതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചത് പണിപ്പൂര ടാസ്ക്കാണ്, ആദ്യത്തെ ടാസ്ക് എന്തായിരുന്നെന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് ആണ്. ഒരു യക്ക് ഐറ്റവും ഒരു എമ്മി ഐറ്റവും കൊടുക്കും. ഒരു ഐറ്റം തന്നെയാണ്, അതിൽ 2 ടേസ്റ്റ്, മധുരമുള്ളതും വേറൊരു യക്കായിട്ടുള്ള ടേസ്റ്റ് ഉള്ളതും കൊടുക്കും. അപ്പോൾ അത് അതർ ടീം, അപ്പുറത്തുള്ള ടീം എ ബി എന്ന് പറഞ്ഞ ടീമാണ്. ഈ ടീം ഇവർ ഫുഡ് കഴിച്ച് എക്സ്പ്രഷനനുസരിച്ച് അവരെന്താണ് യക്കാണോ എം ആണോ കഴിച്ചതെന്ന് നമ്മൾ പറയണം. അങ്ങനെയായിരുന്നു ടാസ്ക്. അതിൽ എ ടീമിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എതിരാളികളിനെയൊക്കെ ബിഗ് ബോസ് ഒറ്റ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട്, സാധാരണ ഗ്രൂപ്പ് സെലക്ഷനൊക്കെ ബിഗ് ബോസിൽ എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടസ്റ്റൻസ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ പ്രാവശ്യത്തിലെല്ലാം ബിഗ് ബോസ് തന്നെയാണ് സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എ ഗ്രൂപ്പിലുണ്ടായിരുന്നത് ശരത്ത്, ഷാനവാസ്, ജിസേല്, ഓണിയൽ, ശൈത്യ, വിൻസി, ശാരിക, രേണു ആണ് എ ടീമിലുണ്ടായിരുന്നത്. ബി ടീമിലുണ്ടായിരുന്നത് അനീഷ്, ആര്യൻ, അക്ബർ, ആദില, അനു, സരിക, നിവീൻ, അബി, റെന, ഫാത്തിമയാണ് ബി ടീമിലുണ്ടായിരുന്നത്. ഫസ്റ്റ് എ ടീം പോയി. എ ടീമിന് 6 പോയിൻ്റ് കിട്ടി, ബി ടീമിന് 3 പോയിൻ്റേ കിട്ടിയുള്ളൂ. അതിൽ ജയിച്ചത് എ ടീം ആയതുകൊണ്ട് അവർക്ക് ഡയറക്റ്റായിട്ട് ഒരാൾക്ക് പണിപ്പുരയിലേക്ക് കയറാൻ ഒരാളിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ ജിസേലിനെയാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഷാനവാസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശരത്ത് നടക്കുന്നതാണ്. സംസാരിക്കാൻ പോകുന്നുണ്ട് ബെഡ്റൂമിൽ. അപ്പോൾ ഷാനവാസ് ഇല്ല എനിക്കിപ്പോൾ താല്പര്യമില്ല, എനിക്കിങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എണീച്ചുകൊണ്ട്. അപ്പോൾ അപ്പുറത്ത് കിടന്ന രേണുസുദിനോട് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ചേച്ചി കണ്ടില്ലേ എത്രയാണ് ഞാൻ പിന്നാലെ നടക്കണം, എനിക്കിതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇയാൾ നിൽക്കണില്ല എന്നൊക്കെ വിഷമം പറയണ്ട. അപ്പോൾ രേണുസുതി പറയണ്ട അത് അങ്ങനെയാ, അതൊരു ഗെയിമല്ലേ, അവരങ്ങനെയാ കളിക്കുന്നത്, എന്ത് ചെയ്യാനാ കുഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേണുസുതി. എന്നിട്ട് വീണ്ടും അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ പുറത്ത് ഷാനവാസും ജിസയിലും കൂടെ ഇരുന്ന് ഊഞ്ഞാലാടേന്. അപ്പോൾ വീണ്ടും ശരത്ത് വരികയാണ്. ഈ പുള്ളി സംസാരിക്കാൻ സമ്മതിക്കണില്ല, ഈ എന്താ പറയുക എന്നോട് അത്രയ്ക്ക് സ്നേഹമായതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടാസ്ക് വന്നു. ഇന്നലെ 2 പണിപ്പുര ടാസ്ക്കാണ് ഉണ്ടായിരുന്നത്. അതിലൊരെണ്ണമാണ് യാക്ക് എം ഉള്ളത്. പിന്നെ രണ്ടാമത് വന്നതാണ് മൃഗങ്ങളുടെ ഫേസ് ഉണ്ടാവും, അതിൽ ഓരോ ടീം പോയിട്ട് അവരവരുടെ എന്ത് ചെയ്തോ അതെല്ലാവരും കൂടെ സെലക്ട് ചെയ്തിട്ട് നിൽക്കണം. എന്നിട്ട് അതർ ടീം വന്നിട്ട് അവർ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഇവർ കണ്ടുപിടിക്കണം. അതായിരുന്നു ടാസ്ക്. അതിലും ജയിച്ചത് എ ടീം തന്നെയാണ്. അവർക്കാണ് 4 പോയിൻ്റ് കിട്ടിയത്. അപ്പോഴും ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബിന്നിനെയാണ് സെലക്ട് ചെയ്തത് ഡയറക്റ്റ് പണിപ്പുരയിലേക്ക് പോകാനുള്ളത്. പിന്നെ 2 ടീമും ഏതൊക്കെ മൃഗങ്ങളിനെ ആരൊക്കെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ജിസേലിനെ പട്ടിയായി, പിന്നെ ശൈത്യന് ഓന്ത്. അത് പുറത്ത് അതന്നെയാണ് പറയുന്നതെന്ന് എങ്ങനെ അവിടെ മനസ്സിലായെന്ന് നമുക്കറിയില്ല. ഓന്ത് കറക്റ്റായി അവിടെ സെലക്ട് ആയിട്ടുണ്ട്. അടുത്തത് ശാരിക പാമ്പ് വിഷം കൂടിയതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതിനാണ് അവിടെ സെലക്ട് ആക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബിൻസി ഈച്ച എല്ലാ ഭാഗത്തും ഇങ്ങനെ പറന്ന് നടന്ന് ശല്യം ചെയ്യണം എന്നുള്ള രീതിയിൽ. രേണു ആമ പയ്യെ ഗെയിം കളിക്കുന്നുള്ളൂ, പയ്യെ അവിടെ പങ്ങി ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. ഓണിയൽ കുറുക്കൻ ഭയങ്കര കുരുട്ട് ബുദ്ധിയാണ് എന്നുള്ള രീതിയിൽ. ഷാനവാസ് സിംഹം, പിന്നെ ശരത്ത് വന്നിട്ട് കണ്ടാമൃഗം, ഞോഴ എലി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബി ടീം എന്താ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ സരിക കഴുത, അതായത് എല്ലാ ഭാരവും കൂടെ ചുമക്കുന്ന ആളായിട്ട് കഴുത എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അനീഷ് ആന, ആദില ഹൈന, അക്ബർ കഴുകൻ, അനു കൊതുക്, റെന ഫാത്തിമ പൂച്ച, ആര്യൻ സിംഹം, അബി അരയണ, നിവിൻ കുരങ്ങൻ എന്നാണ് സെലക്ട് ചെയ്തത്.
അപ്പം ഇവരാണ്, അപ്പോൾ ബിന്നിയാണ് ആ ഗെയിമിൽ പണിപ്പുരയിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഇത് കിട്ടിയത്. എ ടീമാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സരിക ചേച്ചിനെ കഴുതാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് കഴുതാന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ജീവി എന്നാണ് എല്ലാവർക്കും അറിയാം. എന്തിന് സരിക ചേച്ചിനെ ആ പേരിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ അനീഷ് അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് കഴുതാന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഭാരം ചുമക്കാൻ വേണ്ടിയുള്ളൊരു മൃഗമാണ്, അല്ലാതെ കഴുത ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജിസയിലും ഷാനവാസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരത്തിൻ്റെ അക്ബറിൻ്റെയും കാര്യമാണ്. ശരത്ത് പുറത്ത് നല്ല ഫ്രണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ജിസയിൽ ഷാനവാസിനോട് പറയുന്നുണ്ട് അങ്ങനെ പുറത്ത് ഫ്രണ്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് വരുമ്പോഴേ ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ടത്, അപ്പോൾ കൂടുതൽ നമ്മളിലേക്ക് അടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ താങ്കളുടെ നല്ലൊരു ഫ്രണ്ടല്ല ശരത്ത് എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നത് ശരിയാണ്, ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കും, അല്ലാതെ ഇപ്പോൾ അക്ബറിൻ്റെ വാക്ക് കേട്ടിട്ട് അക്ബർ വന്ന നാൾ മുതൽ എന്നെ ടാർഗറ്റ് ചെയ്യണതാണ്, അപ്പോൾ അവൻ്റെ കൂടെ അവൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അക്ബർ ഭയങ്കര ബുദ്ധിമാനാണ്, കാരണം ഓരോ ആൾക്കാരായിട്ട് വെട്ടി നിരത്താൻ ശരത്തിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ, സെക്കൻഡ് അനീഷ്, അങ്ങനെ ഓരോരുത്തരിനും വെട്ടാം എന്നുള്ള രീതിയിലാണ് അക്ബർ ശരത്തിനെ യൂസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ ഇതാണ് കാണിക്കുന്നത്. ലൈറ്റൊക്കെ ഓഫായതിന് ശേഷം നിവീന് അബി എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അനുമോൾ പറയേണ്ടത് എന്നെ ജിസയിൽ യക്ഷി എന്ന് വിളിച്ച് അതിന് വേണ്ടിയിട്ട് നാളെ ഞാൻ ഇവിടെ ഒരു വഴക്കുണ്ടാക്കും എന്നുള്ള രീതിയിലൊക്കെ അവരോട് വന്ന് പറയുമ്പോൾ അബി പറയേണ്ടത് ഉണ്ടാക്കണം, നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാട്ടൊക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായക്ക് വെള്ളം വെക്കുമല്ലോ, കറക്റ്റ് സമയത്ത് വഴക്കുണ്ടാക്കണം, ഒരു ദിവസം ഒരു സമാധാനം തരില്ല നേരം വെളുക്കുമ്പോൾ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ റിവ്യൂ. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.